ഇന്ന് രാത്രിയും കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാനും ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മധ്യപ്രദേശത്ത് പ്രശ്നങ്ങളും യുദ്ധമൊക്കെ ആരംഭിച്ചിട്ട് 1 വർഷം പൂർത്തിയാക്കുകയാണ്. ലോകം വളരെ ജിജ്ഞാസയോടുകൂടിയാണ് ഈ നാളുകൾ പിന്നിടുവാനിടയായിട്ട് തീരുന്നത്. നാം കൂടെ ഓർക്കാവുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതായ ആഘോഷത്തോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നാം ഈ ദിവസങ്ങളിൽ ഗിരിപ്രഭാഷണത്തിന് ചിന്തിക്കുന്ന ഭാഗ്യവർണ്ണന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയോട് കൂടെ വളരെ ബന്ധമുള്ള ഒന്നാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും അതാണ് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തെ കാണും. അത് നമ്മുടെ പ്രത്യാശ പുതുക്കപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യാശയുടെ പ്രതിഫലനമായിട്ട് ഇരിക്കുന്നത്. 1-3 അധ്യായത്തിലെ 2-3 വാക്യങ്ങൾ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്നുള്ളതായ വിലയേറിയ തിരുവെഴുത്ത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്നെ നിർമ്മലീകരിക്കുന്നതിൽ ഹൃദയശുദ്ധി എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനമായതാണ് എന്നുള്ളതായ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു. ഹൃദയത്തിലെ ചിന്തകളെ സൂക്ഷിക്കണം എന്നുള്ളതായ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായിട്ട് പറയുവാനിടയായിട്ട് തീർന്നത്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ആ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. 8-9 വാക്യങ്ങൾ ചേർത്ത് ഞാനൊരു ദൂത് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. 8-ാമത്തെ വാക്യത്തിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് നമുക്കുണ്ട്. 8 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓർത്തൊരു കാര്യം, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ആ വാക്യത്തിൽ ഓർപ്പിക്കുക. ആ വാക്യത്തിൽ മറ്റു കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചില്ല. എന്ത് നമ്മൾ ചിന്തിക്കുന്നുവോ അതായിരിക്കും പ്രവൃത്തിയിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നന്നാകണമെങ്കിൽ നമ്മുടെ ചിന്ത നന്നാകുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ഭാഗ്യവർണ്ണന ഈ ബന്ധം എത്ര പ്രധാനപ്പെട്ടതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരിൽ നമുക്ക് ഓരോ ദിവസവും ഈ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. 1-2 കാര്യങ്ങൾ കൂടി ആ ബന്ധത്തിലൊന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ചിന്തയിൽ വിശുദ്ധി സൂക്ഷിക്കുന്നവരുടെ സംസാരവും വിശുദ്ധമായിരിക്കും. നമ്മൾ സാധാരണ ഓർക്കുന്നതായൊരു കാര്യമാണ്. അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലാണ് നമുക്ക് ഈ വലിയ സത്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗിരിപ്രഭാഷണം പറഞ്ഞ കർത്താവ് തന്നെ നൽകിയിട്ടുള്ളൊരു വിശദീകരണമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. നിങ്ങൾ 10 നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും?
ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ വായു സംസാരിക്കുന്നത്. നല്ല മനുഷ്യന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീര് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് വളരെ കൃത്യമായിട്ട് ഈ സത്യം വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ അങ്ങനെ വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ കാണുന്ന ഒരു പ്രത്യേക പ്രയോഗം ഒന്നെടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. അതെടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 34-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാചകം എന്താണ്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ സംസാരം നന്നാക്കണം എന്ന് ആഗ്രഹിച്ചാൽ കുറുക്കു വഴികളില്ല. കുറച്ച് സമയത്തേക്കൊക്കെ ചില സംസാരങ്ങളൊക്കെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ടൊക്കെ ഇരിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരാം. ഞാൻ ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഒരു സ്ഥലത്ത് പഠിപ്പിക്കാനിടയായിട്ട് തീർന്നപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ഈ സംസാരത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇനി ഏതായാലും സംസാരം കുറച്ച് നിയന്ത്രിക്കണം എന്ന് വിചാരിച്ച് 2-3 ദിവസമൊക്കെ അങ്ങനെ കുറച്ച് സംസാരിച്ചും ഒക്കെ കഴിഞ്ഞുകൂടാറുണ്ട്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് തന്നെ കുറ്റബോധം തോന്നുന്ന നിലയിൽ അത് നിയന്ത്രണത്തിനപ്പുറം പോവുകയാണ് എന്നുള്ളത് ആ പ്രിയ സഹോദരൻ വളരെ പരമാർത്ഥതയോടുകൂടി പറഞ്ഞത് ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് ആർക്കാ നമ്മുടെ സംസാരം നന്നാക്കണമെന്ന് ആഗ്രഹമില്ലാത്തത്? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധിക്കണം എന്ന് വരികിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ നന്നാകുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരുക്കമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്യം പ്രായോഗികമാക്കിയാലേ നമ്മുടെ സംസാരം നന്നാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണിത്. ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായ് സംസാരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഒരു വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അത് ഞാനൊന്നങ്ങ് എടുത്തു പറയുന്നേ ഉള്ളൂ. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഈ നിക്ഷേപം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അത് സമ്പത്തിനോട് ബന്ധപ്പെട്ടാണ് അധികവും നമ്മൾ ചിന്തിക്കാറ്. അങ്ങനെയാണ് ആ വാക്ക് നമ്മുടെ ഭാഷയിൽ അധികം ഉപയോഗിക്കുന്നത്. കാരണം നിക്ഷേപം എന്ന് പറയുന്നത് സമ്പത്തിനോട് ബന്ധപ്പെട്ടതായൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത് സമ്പത്തിനെ കുറിച്ചല്ല. പിന്നെയോ, ഒരു നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നല്ല നിക്ഷേപം സ്വരൂപിക്കുവാനായിട്ട് സാധിക്കണം. എന്താ നല്ല നിക്ഷേപം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൽ നമുക്ക് സംശയിക്കേണ്ടതായ ആവശ്യമില്ല. നല്ല നിക്ഷേപം ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് സാധിക്കണം. 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. മനപ്പാഠം അറിയാവുന്ന വാക്യങ്ങളാണെന്നുള്ളത് കൊണ്ട് എടുത്തു വായിക്കണമെന്നില്ല. 119 സങ്കീർത്തനം 11-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമുക്ക് അനേക വർഷങ്ങളായി സഭയിൽ ഒരു 10 വാക്യമെങ്കിലും മനപ്പാഠം പഠിക്കാനുള്ളൊരു ക്രമീകരണം ഉണ്ട്. അതെത്രയോ നല്ലൊരു കാര്യമാണ്. കാരണം
അതുകൊണ്ട് നമുക്ക് ഓരോ മാസത്തിനും പുതിയ പുതിയ വാക്യങ്ങൾ മനഃപ്പാഠമാക്കാനും ഒക്കെ ഉള്ളതായ സൗകര്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാക്യത്തിൽ തന്നെ പറയുകയാണ്, ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുന്നത് വിശുദ്ധമായി ജീവിക്കത്തക്കവണ്ണം നമ്മെ നിശ്ചയമായിട്ട് സഹായിക്കും. അപ്പോൾ ഹൃദയത്തിൽ നമ്മൾ ഈ വചനമാണ് സംഗ്രഹിക്കുന്നത് എന്ന് വരികിൽ, ആ നല്ല നിക്ഷേപമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്ന് വരികിൽ, നമ്മുടെ സംസാരം താനേ ക്രമപ്പെടുവാൻ ഇടയായിട്ട് തീരും. രണ്ടാം ഭാഗത്തെ അവഗണിക്കേണ്ട. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ വചനം പ്രായോഗികമാക്കി ജീവിക്കാനായിട്ട് ഉത്സാഹിക്കാം. റോമലേഖനം 3-ാം അധ്യായം മനുഷ്യൻ്റെ പാപാവസ്ഥയെ വിശദീകരിക്കുന്ന അധ്യായമാണ്. അപ്പോൾ അവിടെ ഒത്തിരി കാര്യം ആ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷം പറയാനൊക്കെ പോകുമ്പോഴും എല്ലാവരും പാപികളാണെന്നുള്ള കാര്യമൊക്കെ തെളിയിക്കുന്നത് ആ അധ്യായത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 10-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും ഒക്കെ നമ്മൾ സാധാരണ ഉദ്ധരിക്കും. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിട്ട് തീർന്നു. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ നീതിമാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവിടെ വളരെ ശ്രദ്ധേയമായൊരു പദപ്രയോഗമുണ്ട്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നാണ്. ചില ആളുകൾ വാ തുറന്നാൽ ആളുകൾക്ക് കേട്ടു നിൽക്കാൻ പ്രയാസമുള്ള വാക്കുകളായിരിക്കും പുറത്തു വരുവാനിടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഭയത്തോടെ ഈ വാക്ക് ഓർപ്പിക്കുകയാണ്. നമ്മുടെ സംസാരത്തിൽ നിന്ന് നാം ആരാണെന്നുള്ളത് ഏറ്റവും എളുപ്പം വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നാം ഈ മേഖലയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് പോകാനുള്ളതായ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ സംസാരം വളരെ സൂക്ഷ്മതയോടെ നല്ല നിക്ഷേപത്തിൽ നിന്ന് ആയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ബന്ധത്തിലുള്ള നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. യാക്കോബ് 1:26 കൂടി പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോകാമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ സത്യം എല്ലാ ഗൗരവത്തിനും സൂക്ഷിക്കാം. നമ്മുടെ ഹൃദയത്തെ നല്ലതുകൊണ്ട് നിറയ്ക്കാം, ദൈവവചനം കൊണ്ട് നിറയ്ക്കാം. നമുക്ക് എന്തൊരു വലിയ സാധ്യതയാണ് ദൈവം തുറന്ന് തന്നിട്ടുള്ളത്. ലോകത്തിൽ അനേകർക്കില്ലാത്ത സാധ്യത ദൈവം നമുക്ക് തുറന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുമാറ് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസം കുന്നുകുടിയിലെ ബൈബിൾ ക്ലാസ്സിനുമൊക്കെ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന് 6ഉം 7ഉം വാക്യങ്ങൾ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 6-ാം അധ്യായത്തിലെയും 11-ാം അധ്യായത്തിലെയൊക്കെ ഒരേപോലെയുള്ള വാക്യങ്ങൾ നമ്മൾ ആ പോർഷൻ പഠിച്ചപ്പോൾ പഠിക്കുവാനിടയായിട്ട് തീർന്നതായ വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ 6-ാമത്തെ വാക്യത്തിൽ പിള്ളേരെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അവിടെ കണ്ടതായ ആ വാക്യത്തിൽ കാണുന്ന മനോഹരമായൊരു കാര്യം മാതാപിതാക്കളോടാണ് ആദ്യം പറയുന്നത്. എന്താ പറയുന്നത്? ഈ വചനം എവിടെ ഇരിക്കണം? നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിൻ്റെ ഹൃദയത്തിൽ ഇരുന്നാലേ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അവിടെയെല്ലാം വേദപുസ്തകം തുറന്ന് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് വാക്യങ്ങൾ മാതാപിതാക്കളാണ് ആദ്യം ഹൃദിസ്ഥമാക്കേണ്ടത് എന്നുള്ളതായ കാര്യം
അവിടെ ദൈവാത്മാവ് എത്രയോ വ്യക്തമായിട്ട് പറയുകയാണ്. ആ പുസ്തകത്തിൽ അത് ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയോ വ്യക്തമായിട്ട് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ഇടയായിട്ട് തീരുന്നത് നമ്മുടെ സംസാരത്തിനും വിശുദ്ധി സൂക്ഷിക്കുവാൻ സഹായകരമായിട്ട് തീരും. ഇനി 2 പ്രാർത്ഥനാ വാക്കുകൾ കൂടി ഈ ബന്ധത്തിൽ ഓർപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുക. 19-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണെങ്കിലും ഒന്ന് വായിച്ചു പോകാം. 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ആ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കണക്ഷനുണ്ട്. അതുമാത്രമേ ഞാനൊന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. വായിലെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമായിരിക്കണം. അതുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ ആ വാക്കുകളുടെ എത്ര മനോഹരമായിട്ടുള്ളതായൊരു പ്രതിഫലനമാണ് ഈ സങ്കീർത്തന വാക്യത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം ഈ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും തുടങ്ങാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നിശ്ചയമായിട്ടും വായിലെ വാക്കുകൾ തന്മൂലം ക്രമപ്പെടുവാൻ ഇടയായിട്ട് തീരും. ആ വാക്ക് ഞാനൊന്ന് അടിവരയിട്ടോട്ടെ. ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ എന്നുള്ളത് അത് അങ്ങനെ പ്രതിഫലിക്കപ്പെടണമെന്നില്ല. ആ ചിന്തകളെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിലെ ചിന്തകളല്ല, പിന്നെ ധ്യാനം. അപ്പോൾ ധ്യാനം, നാം ആ കാര്യങ്ങൾ ധ്യാനിച്ച് ഹൃദയത്തിൽ ആസ്വദിക്കുകയാണ്. അത് നിശ്ചയമായിട്ടും വാക്കുകളിലുള്ള അശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഭാഗ്യവർണ്ണന നമുക്ക് എല്ലാ പരമാർത്ഥതയിലും എപ്പോഴും ഓർക്കാം. ഹൃദയശുദ്ധിയോടെ ജീവിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ധ്യാനത്തിൽ പുതിയതായി കണ്ടെത്തിയ ഒരു വാക്യമാണ് 86-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അത് ചിന്തിച്ചത് മുതൽ അത് ഞാൻ വളരെ ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. വായിച്ചാട്ടെ. 86-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. അതിൽ 2-ാമത്തെ വാചകം, ആദ്യത്തെ ഒരു പ്രാർത്ഥനയാണ്. 2-ാമത്തെ വാചകം വളരെ ശ്രദ്ധേയമായൊരു വാചകമാണ്. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? നമ്മളങ്ങനെ നല്ല തീരുമാനമെടുത്താലും നമ്മുടെ ഹൃദയത്തിലേക്ക് അശുദ്ധി വരുന്നതിനെ നമുക്കെപ്പോഴും നിയന്ത്രിക്കാനായിട്ട് സാധിക്കയില്ല. ഹൃദയം എപ്പോഴും അശുദ്ധമാകാം. അശുദ്ധമായ ചിന്തകൾ നമ്മുടെ അനുവാദം കൂടാതെ
ഓടി നമ്മുടെ ഹൃദയത്തിൽ വരാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എന്താ ഇവിടെ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഹൃദയത്തെ അങ്ങ് ഏകാഗ്രമാക്കണമേ. ഞാൻ ഈ വാക്യം ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം, ഇതിൽ കർത്താവ് നമ്മെ സഹായിച്ചല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒരുപക്ഷെ അത് ബോധ്യപ്പെടുത്താനായിരിക്കാം നാം ആഗ്രഹിക്കാതെ നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ലാത്ത എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ വാക്യം എന്നെ അങ്ങനെ സ്പർശിച്ചതിന് ശേഷം അങ്ങനെയുള്ള ചിന്തകൾ വളരെ കൂടുതൽ വരുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വാക്യം പറയുമ്പോൾ ഓർപ്പിക്കുകയാണ്, ഈ വാക്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ടും ഇതിനെക്കുറിച്ച് പ്രസംഗം പറയുന്നത് കൊണ്ടും നമ്മുടെ ഹൃദയം ഏകാഗ്രമാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഹൃദയം ഏകാഗ്രമാകണം, എപ്പോഴും നിന്നെ ഭയപ്പെട്ട് ജീവിക്കത്തക്കവണ്ണം ഉള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം പരിചയമുള്ളൊരു വാക്യം ഞാനിവിടെ ചേർത്ത് പറയുകയാണ്. നമുക്ക് നമ്മുടെ ചിട്ട കൊണ്ടും നമ്മുടെ ഉത്സാഹം കൊണ്ടും സാധിക്കാത്ത ഒരു രംഗം വരുമ്പോൾ അത് നമ്മുടെ നിസ്സഹായമായ സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്യമുണ്ട്, നമുക്കൊരു വലിയ പ്രവേശനമുണ്ട്. വായിക്കേണ്ട ആവശ്യമില്ലാത്ത വാക്യമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേരുക. അതുകൊണ്ട് ഇന്നലെ പല യോഗങ്ങളിൽ കൂടിയതാണ് ഞാൻ. പക്ഷേ എങ്കിലും ഇത് 1-2 വട്ടം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ തന്നെ എത്രയോ ബലഹീനരാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നുള്ള വാക്യം പഠിച്ചതുകൊണ്ടും അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞതുകൊണ്ടും നമുക്ക് ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മത് കൂടുതൽ മനസ്സിലാകും തോറും നമ്മളെത്ര ബലഹീനരാണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാനും നമ്മുടെ കർത്താവിൽ ഏകാഗ്ര ഹൃദയത്തോടെ ആശ്രയിക്കുവാനും ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ സ്വയപ്രയത്നത്താൽ ഇത് സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് വേണ്ടി മരിച്ചവൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽസമയത്തുള്ള സഹായം നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കൃപാസനത്തെ തൽസമയത്ത് പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും ഹൃദയശുദ്ധിയോടെ ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങളിൽ ഹൃദയശുദ്ധിയോടെ ജീവിച്ച് നമ്മുടെ കർത്താവിന് പ്രസാദകരമായി സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹൃദയശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ദൈവത്തെ കാണാം. ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് കൂടുതലായിട്ട് ഓരോ ദിവസവും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകുന്നപ്പോൾ മോശയുടെ ഒരു ആഗ്രഹം ഓർക്കാനിടയായിട്ട് തീർന്നുണ്ട്. മോശയ്ക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ, എനിക്ക് നിന്നെ അറിയണം. അപ്പോൾ നാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ നമുക്ക് കൂടുതൽ രുചിച്ചറിയാനായിട്ട് സാധിക്കും. മോശയുടെ ആഗ്രഹമാണ്, ദൈവമേ, എനിക്ക് നിന്നെ അറിയണം, അത് മതി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അവനെ അറിയണം.
അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ രുചിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ ഭക്തന്മാരുടെയൊക്കെ ആഗ്രഹം കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർക്ക് കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയുവാൻ, അധികം വ്യക്തതയോടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിനുള്ള ഹൃദ്യമായ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ജീവിതത്തിൻ്റെ ധന്യത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ അതുപോലെ പ്രായോഗികമാക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ 7ാമത്തെ ഭാഗ്യവർണ്ണനയിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലാണ് ആ ഭാഗ്യവർണ്ണന നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാമെങ്കിലും ഒന്ന് വായിച്ചു പോകാം. 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ള സാക്ഷ്യമാണ് നമ്മുടെ കർത്താവ് ആ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പം ഞാനിതിൻ്റെ പ്രാരംഭമായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വാക്യത്തിലേക്ക് ഈ വാചകത്തിലേക്ക് പിന്നെ വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഗിരിപ്രഭാഷണം പറയുമ്പോൾ ഈ ഭാഗ്യവർണ്ണനയൊക്കെ ഏറ്റവും അടുത്തിരുന്ന് ആരാ കേട്ടുകൊണ്ടിരുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് അടുത്തിരുന്ന് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ അവരെ ഭരിക്കാനിടയായിട്ട് തീർന്ന ഒരു കാതലായ ചിന്ത, സാധ്യതയുള്ളൊരു ചിന്ത ഞാനിവിടെ എടുത്ത് പറയാമെന്ന് ആഗ്രഹിക്കുക. സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യം ഞാൻ കുറച്ച് പറയുകയല്ല. ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരാണ്. സമാധാനം ഉള്ളവർ ഭാഗ്യവാന്മാരാണ്. ഞാൻ ആ വാക്കൊന്ന് വിശദീകരിക്കാം. ദൈവമക്കളായ നാം അസാധാരണമായ സമാധാനം അനുഭവിക്കുന്ന ആളുകളാണ്. ഇനി നമുക്ക് മനപ്പാടം അറിയാവുന്ന ചില വാക്യങ്ങളൊന്ന് പറഞ്ഞു പോയാൽ മതി. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നാം ദൈവത്തോടുള്ള വിലയേറിയ സമാധാനത്തിലേക്ക് വന്നവരാണ്. ആ വാക്ക് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ താഴെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു. ആ സത്യം അവിടെ 8-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തോട് ശത്രുക്കളായിരുന്നു, പക്ഷേ ആ ശത്രുത്വം ക്രൂശിൽ നീങ്ങി നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിലയേറിയ സമാധാനത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അത് നമുക്ക് അടിസ്ഥാനപരമായി സാധിച്ചതായ വലിയൊരനുഗ്രഹമാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഈ പദവിയുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോട് സമാധാനമില്ലാതെ ജീവിക്കുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തോടുള്ള സമാധാനത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നു എന്നുള്ളത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. ഇനി മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായൊരു വാക്യം ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഈ ശിഷ്യന്മാർ മാത്രമേ ആ പ്രസംഗം കേൾക്കാനുള്ളൂ. അവരും എല്ലാവരും ഇല്ല. യൂദ പോയി കഴിഞ്ഞ് ബാക്കി 11 പേരാണ് കർത്താവിൻ്റെ മാളിക മുറിയിലെ
പ്രസംഗം കേൾക്കുന്നത്. പ്രസംഗമെന്ന് അതിന് നമ്മൾ പേര് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പർ റൂം ഡിസ്കോഴ്സ് എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയുന്നത്. ആ മാളിക മുറിയിൽ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോടുകൂടെ ഇരുന്ന് അവരോട് സംസാരിക്കുന്ന മനോഹരമായ വാക്കുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. 27-ാമത്തെ വാക്യം നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മൾ പരസ്യങ്ങൾക്കൊക്കെ സാധാരണ ഉദ്ധരിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതായ വാക്യമാണ് ഇത്. അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് ഞാൻ ഒരു വാക്ക് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ചിന്താവിഷയം ഇതാണ്: നാം സമാധാനം ഉള്ള ആളുകളാണ്. അതാണ് ഞാൻ പറയുന്നത്. സമാധാനമുള്ള ഭാഗ്യവാന്മാരാണ്. അതിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഒരു സവിശേഷത ഈ വാക്യത്തിലുണ്ട്. ഒന്ന് നോക്കി പറയാമോ? നമ്മൾ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ സവിശേഷത. എൻ്റെ സമാധാനം അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ സമാധാനം അത് എന്നവിടെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ 2 ദിവസമായിട്ട് വളരെ അത്ഭുതത്തോടെ ഓർക്കുന്നതായൊരു വാക്യമാണിത്. നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും നമ്മുടെ കർത്താവിൻ്റെ സമാധാനമാണ്. പക്ഷെ നമുക്ക് തന്നെ ഒരു സംശയം തോന്നും, ഞാൻ അത്രയും സമാധാനം അനുഭവിക്കണ്ടോ, അതിൽ കുറവുകളുണ്ടല്ലോ എന്ന് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ കർത്താവ് വളരെ ഭയവിഹ്വലരായിട്ട് കലങ്ങിയിരിക്കുന്നതായ ശിഷ്യന്മാരോട് പറയുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നാം എന്തോരു ഭാഗ്യവാന്മാരാണ്. നമുക്ക് കർത്താവ് തന്ന കർത്താവിൻ്റെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഉന്നതമായ പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വിശദീകരണവും എനിക്കറിയാൻ പാടില്ല. ശരിക്കും എൻ്റെ സമാധാനമെന്ന് കർത്താവ് ഉദ്ദേശിച്ചപ്പോൾ അതിലെന്തൊക്കെ അർത്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളതിന് മുഴുവനും വിശദീകരണം എനിക്കറിയാൻ പാടില്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ധ്യാനിക്കാനിടയായിട്ട് തീർന്നു. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒന്ന് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് കർത്താവ് തന്ന വലിയൊരു സമാധാനം ഉണ്ട്. നേരത്തെ നമ്മളൊരു വാക്യം ഓർത്തായിരുന്നു, മത്തായി 11:28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അടുത്ത വാക്ക് ഓർക്കണ്ടോ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ വലിയൊരു സമാധാനത്തിലേക്ക് നയിച്ചു. അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും. നാം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളത് വരാൻ പോകുന്ന നിത്യനരകത്തിൻ്റെ ഭീതിയിൽ നിന്ന് നമ്മൾ ഒരിക്കൽ എന്നേക്കുമായി വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ വരാൻ പോകുന്ന നിത്യനരകത്തിൻ്റെ ഭീതിയൊന്നും ആളുകൾക്ക് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ നമുക്ക് വളരെ കൃത്യമായി പരിശോധിച്ചാൽ അറിയാം, ഈ ഭീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. കാരണം ഞാനത് തെളിയിക്കാം. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ
മരണാനന്തര ശാന്തി എന്നുള്ളത് എത്രയോ വലിയ ലക്ഷ്യമായിട്ടാണ് ഇരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ശാന്തിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു, പോകാവുന്നിടത്തൊക്കെ പോകുന്നു, സൽപ്രവൃത്തികൾ ആവോളം ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുകയാണ്. ഒരു വ്യക്തതയുമില്ലാതെ മരിക്കുന്നു. മരിച്ച ശേഷം പിന്നെ അവരുടെ മക്കളോ പ്രിയപ്പെട്ടവരോ അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്കുള്ള അധ്വാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. മതങ്ങളൊക്കെ തന്നെ ആ വഴിയിലുള്ള വലിയ ബന്ധപ്പാടിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എന്ത് തിരക്കുണ്ടെങ്കിലും വർഷത്തിൽ ഒരു രാത്രിയിൽ നമ്മുടെ അടുത്തുള്ള ആലുവ പട്ടണത്തിൽ മിക്കവാറും ആളുകൾ പോകും. കാരണം കടന്നുപോയ ആളുകളുടെ ആത്മാക്കളുടെ ശാന്തിയെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പോകും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കാര്യം ദൈവമില്ല എന്നൊക്കെ വിചാരിച്ചൊക്കെ ജീവിക്കുന്ന ആളുകളും ഈ കാര്യത്തിൽ കാര്യമായ വ്യത്യാസം നമ്മൾ കാണുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന, അതൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ സമാധാനപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിരിക്കലും ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു വിഷയമായിട്ടാണ് അത് ഇരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണല്ലോ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അടുത്ത വാക്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ജീവപര്യന്തവും മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സുവിശേഷത്താൽ നമുക്ക് ലഭിച്ച, നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നമുക്ക് ലഭിച്ച അത്ഭുതകരമായ ആശ്വാസത്തിൻ്റെ മഹത്വം ദൈവാത്മാവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ ലഭിച്ചതായ സമാധാനം എന്നുള്ളത് എത്രയോ ഉന്നതമാണ്, എത്രയോ ഉന്നതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വലിപ്പം നമുക്ക് എപ്പോഴും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമുക്കെല്ലാം പരിചയമുള്ള ഒരാളെ ഞാൻ അതിൻ്റെ ഒരു തെളിവായിട്ട് പറയാം. വേദോസ്തത്തിലുള്ള ആളാണ്. കർത്താവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെ കുറിച്ച് നമുക്കറിയാം. അതിലൊരു കള്ളൻ മാനസാന്തരത്തിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവന് എന്തോ ഒരു അസ്വസ്ഥതയോടെ കൂടിയായിരിക്കാം അവൻ ക്രൂശിക്കപ്പെടുമ്പോൾ ആ സമയം തുടങ്ങാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷേ കാര്യം, ക്രൂശ് മരണവും അതിൻ്റെ വേദനകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അവൻ മരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവൻ മരിക്കുന്നത്. കാരണം അവനോട് ആരെങ്കിലും ചോദിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചോദിച്ചു കാണുമെന്ന് എനിക്കറിയാൻ പാടില്ല. നീ മരിക്കാൻ പോവാണല്ലോ, എങ്ങോട്ടാണ് പോകുന്നത്? അവന് യാതൊരു സംശയവുമില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ പർദീസയിലേക്കാണ് പോകുന്നത്. കാരണം കർത്താവ് അതിൻ്റെ ഉറപ്പ് അവന് കൊടുത്തു. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകിയ ആശ്വാസം, സുവിശേഷം നമുക്ക് നൽകിയതായ സമാധാനം, അത് എത്രയോ ഉന്നതമാണ്. അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്തിനടുത്ത് ആ കോട്ടപ്പുറത്ത് ഒരു സുകുമാരൻ സഹോദരനുണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം വളരെ ദാരിദ്ര്യമായ സാഹചര്യത്തിൽ ജീവിച്ച ഒരാളാണ്. ഒത്തിരി പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചു. താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. തന്നെ അടുത്തറിയാവുന്നൊരു സഹോദരൻ ആ ശവസംസ്കാരത്തിൻ്റെ ഒരു അനുസ്മരണം പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരണം ഓർക്കാറുണ്ട്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇവരൊരുമിച്ച് ജോലിയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇദ്ദേഹം പറയാറുണ്ട്, കാര്യം എനിക്കിപ്പോൾ കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും ഞാനിവിടുന്ന് പോയാൽ എൻ്റെ എല്ലാ കഷ്ടപ്പാടും തീരുമല്ലേ, ബാക്കിയുള്ള ആളുകളുടെ കഷ്ടപ്പാടുകൾ തീരുന്നില്ലല്ലോ, ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാടിലേക്കല്ലേ അവർ പോകുന്നത്. ഞാൻ ആ വാക്കുകളുടെ മാധുര്യം, അതിൻ്റെ മഹത്വം
പലപ്പോഴും ഓർക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവമക്കളായ നമുക്ക് ലഭിച്ച, നമ്മുടെ കർത്താവ് തന്നതായ ഈ സമാധാനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ സമാധാനം എന്ന് കർത്താവ് പറയുമ്പോൾ ഈ കള്ളന് കർത്താവ് ഒടുവിലത്തെ നിമിഷത്തിൽ പകർന്നു കൊടുത്ത സമാധാനം അത് എത്രയോ ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുകൂടി ഇരിക്കുമ്പോഴും 14-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്ന ആ വാക്കുകൾ നമുക്കറിയാമല്ലോ. നമുക്ക് ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കുക മാത്രം ചെയ്യാം. വിശദീകരണം പറയേണ്ട ആവശ്യം വരികയില്ല. നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന വാക്യങ്ങളല്ലേ. വായിച്ചേ 14-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കുന്നവരെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. ഞാനൊരു വിശദീകരണം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഹൃദയം വല്ലാതെ കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കലങ്ങിപ്പോരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൂശിലെ കള്ളനോട് പറഞ്ഞോടത്തോളം കാര്യമല്ല പറഞ്ഞോളൂ. ക്രൂശിലെ കള്ളനോട് ആകെ ഒരു വാചകമേ പറഞ്ഞോളൂ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അത്രയും പറയാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 വർഷം കൂടെ വന്ന ശിഷ്യന്മാരോട് എന്തോരം വ്യക്തമായും വിശദമായിട്ടുമാണ് കർത്താവ് പറയുന്നത്. ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യമായ വാസസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ നമുക്കുള്ളതല്ലേ? ഈ വാഗ്ദത്തം നമുക്കുള്ളതല്ലേ? വിട്ടുപിരിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാനുള്ള ആളുകളല്ലേ? എത്രയോ ശ്രേഷ്ഠമായ സമാധാനത്തിലേക്കാണ് സുവിശേഷം സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ സന്തോഷവും സമാധാനവും ഓരോ ദിവസവും അനുഭവിക്കണം. ഞാൻ ആദ്യ സഹോദരനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ ജീവിതത്തിലൊക്കെ ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടക്കുന്ന പ്രത്യാശയിലേക്കാണ് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്തൊരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇതിന് 2ാമത്തെ തലമുണ്ട്. അതൊന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനേ പറ്റുകയുള്ളൂ. ഒരു ക്രിസ്തു ശിഷ്യന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം. ഇനി വായിക്കേണ്ട വാക്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളുടെ പശ്ചാത്തലം അത്ര സുഖകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമല്ല. കാരണം 6-ാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്താ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ വിചാരപ്പെടാകുന്ന, മനം കലങ്ങിപ്പോകാകുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ദൈവാത്മാവ് അവിടെ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ അവിടെ പറയുന്നതായ കാര്യം, നിങ്ങൾക്ക് എന്ത് സമാധാനം അനുഭവിക്കാം? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അനുഭവിക്കാം. നിങ്ങളുടെ മിടുക്കുകൊണ്ട് അനുഭവിക്കുന്നതല്ല, പിന്നെയോ എൻ്റെ കൃപ കൊണ്ട് അനുഭവിക്കുന്നതാണ്. കാരണം വിചാരപ്പെടാവുന്ന വിഷയങ്ങൾ വരുമ്പോൾ വിചാരപ്പെട്ടും മനം കലങ്ങിയും പോകുവാൻ ഇടയായിട്ട് തീരാതെ ദൈവകരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുവാൻ
ഇടയായിട്ട് തീരുമ്പോൾ ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന സമാധാനത്തിന് പൗലോസ്ലീഹ കൊടുക്കുന്ന മനോഹരമായ വിശേഷണമാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അപ്പോൾ ഈ സമാധാനവും ശരിക്കും ആര് തരുന്നതാണ്? ആര് തരുന്നതാണ്? എന്താ നമുക്ക് ഉത്തരം പറയാൻ മടി തോന്നുന്നു? ഇതും കർത്താവ് തരുന്നതാണ്. കർത്താവ് തരുന്നതാണ്. കാരണം നമ്മുടെ കർത്താവ് ഈ വിലയേറിയ വാക്കുകൾ കൈമാറുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ഇത് വിശദമായി നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിചാരപ്പെടരുത് എന്നൊരു കൽപ്പനയെ ഇവിടെയുള്ളൂ. പക്ഷെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ വിചാരപ്പെടുന്നത് നിരർത്ഥകമാണെന്ന് എത്രയോ വിശദമായി നമ്മുടെ കർത്താവ് പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഒരു വാക്ക് മാത്രം ഞാനൊന്ന് ചേർത്ത് പറഞ്ഞ് നിർത്താം. വിശദീകരണം വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഓർപ്പിക്കാം. നമുക്ക് 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ ഓർക്കാറുള്ളതായൊരു വാക്യമുണ്ട്. നമ്മുടെ കർത്താവ് ധന്യനായ ഏകാധിപതിയാണ്. ഒരേകാധിപതി തനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ. ആരോടും ആലോചന ചോദിക്കാതെയാണ് ഒരു ഏകാധിപതി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഏകാധിപതി മോശമായാൽ വളരെ കുഴപ്പമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഏകാധിപതിയാണ്. പക്ഷെ അവിടെയുള്ള ആ വിശേഷണം എത്രയോ ശ്രദ്ധേയമാണ്. ധന്യനായ ഏകാധിപതിയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന ബ്ലെസ്സഡ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യവും ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വലിയ ഉൾക്കാഴ്ചയോടെ നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. അങ്ങനെ ദൈവകരങ്ങളിൽ കാര്യങ്ങളെ ഫലമേൽപ്പിക്കുന്നൊരു ദൈവ പൈതലിന് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം അനുഭവിക്കാം. അപ്പോൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥവ്യാപ്തി ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. സമാധാനമുള്ളവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും സമാധാനമുള്ളവരായിട്ട് ഓരോ ദിവസവും സന്തോഷത്തോടെ, സമാധാനത്തോടെ, തൃപ്തിയോടെ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ഭാഗ്യവർണ്ണന എത്ര മനോഹരമാണ്. ആ ഭാഗ്യവർണ്ണന അന്വർത്ഥമാക്കി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.